ലൈവില് ശ്രീരേഖയുടെ അഭിനയം തകർക്കുകയാണ് അവിടെ. സത്യത്തിൽ ഇത് ബിഗ് ബോസ് ഷോയോ അതോ അഭിനയ കളരിയാണോ എന്നൊരു സംശയം തോന്നി എനിക്ക്. അല്ല, അഭിനയിക്കാനായിട്ടുള്ള അഭിനയ സ്കൂളുകളും അഭിനയത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വല്ലതാണോ ബിഗ് ബോസ് ഷോ എന്ന് എനിക്കൊരു സംശയം തോന്നി. എന്തായാലും ശ്രീരേഖയ്ക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഫസ്റ്റ് അവരൊരു സ്കിറ്റ് ചെയ്ത സമയത്ത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ 3 ആഴ്ചയായി പവർ റൂമിൽ ഇരിക്കുന്നു. 3 ആഴ്ചയിലും ഓരോ ആഴ്ചയും ഓരോ സ്കിറ്റ് വെച്ചിട്ട് ഇപ്പോൾ ശ്രീരേഖ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം അഭിനയം അവിടെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഒരു സീൻ കണ്ടെത്തുകയും, പ്രത്യേകിച്ച് പവർ റൂം ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെയും പിടിച്ചിരുത്തിക്കൊണ്ട് തൻ്റെ അഭിനയ പാടവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ശ്രീരേഖ. ഗെയിമാണ് അവിടെ നമുക്ക് കാണേണ്ടത്. അവിടെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മൾ കാണാനിരിക്കുന്നത് കൂടുതലും ഗെയിമും അവരുടേതായ കാര്യങ്ങളും ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ സ്വന്തം പ്രതിഭ തെളിയിക്കാനായിട്ട് ശ്രീരേഖ വന്നിട്ട് കിട്ടുന്ന ചാൻസ് മുഴുവൻ അഭിനയിച്ച് പ്രേക്ഷകർക്ക് ഞാൻ വലിയ അഭിനേത്രിയാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു അഭിനേത്രിയാണ് ശ്രീരേഖ എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ തെറ്റി പറയുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതൊന്നും അവിടെ ഒക്കെ കിട്ടുന്നില്ല നമുക്ക്. അതിന് പകരം ശ്രീരേഖയുടെ ഈ അഭിനയം തന്നെ വീണ്ടും 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 ഈ സ്കിറ്റുകളും സിനിമയിലെ സീനുകളും ഒക്കെ അഭിനയിപ്പിച്ചിട്ട് പ്രേക്ഷകരെ ബോറടിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയുള്ള എല്ലാവരും അത് കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ശരിയായിരിക്കാം, നന്നായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ശേഷം എല്ലാവരുടെ വക വികാര പ്രകടനങ്ങൾ, അവിടെ അപ്സര ഹഗ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ വികാര പ്രകടനം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വല്ലാത്തൊരു അഭിനയം കാഴ്ചവെക്കുന്നു. എന്നിട്ട് ഹഗ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരേഖ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ അപ്സര ഇങ്ങനെ നിൽക്കുന്നു. അതായത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് അപ്സര അവിടെ നിൽക്കുന്നു. അതിനുശേഷം പറയുന്നു, ചേച്ചിയുടെ അത് കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രയും അതിമനോഹരമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ സത്യത്തിൽ ആ വീട്ടിലുള്ള ഒരു മൊത്തത്തിൽ പിന്നീട് അഭിനയിക്കുന്നതാണോ എന്നൊക്കെ തോന്നി പോകുന്ന അവസ്ഥയാണ്. ഇപ്പൊ ബിഗ് ബോസ് തന്നെ വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ എന്തിനാണ് ഞാൻ ഇവരവിടെ കൊണ്ടുവന്നിട്ടത്, ഇതെന്താണിത് എന്ന് ബിഗ് ബോസിന് തന്നെ തോന്നുന്നുണ്ടാവും.